നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുപ്പുകളെ കാണുന്നത് വെറും ജയവും തോൽവിയുമായിട്ടാണ്, അല്ലേ? പക്ഷെ ശരിക്കും അതതിനപ്പുറം ഒന്നാണ്. അത് ജനങ്ങൾ നമ്മളോട്, അതായത് ഭരണാധികാരികളോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഇന്ന് നമ്മൾ കൂത്തുപറമ്പിലെ ജനവിധിയിലൂടെ മികച്ച ഭരണത്തിന്റെ ശാസ്ത്രം എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് നേരെ കൂത്തുപറമ്പിലേക്ക് പോകാം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ എല്ലാ സങ്കീർണതകളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരിടം. ജാതി, മതം, വികസനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, നിരാശകൾ എല്ലാം കൂടിച്ചേർന്നൊരു മണ്ഡലം. അവിടുത്തെ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് എന്താണെന്ന് നമുക്ക് ശരിക്കൊന്ന് കേട്ടുനോക്കാം. കണ്ണൂർ ജില്ലയിലാണ് കൂത്തുപറമ്പ്. കുറച്ച് തീരദേശമുണ്ട്, കുറച്ച് ഇടനാടുണ്ട്. ഈ കാണുന്ന ഭൂമി വെറുമൊരു ഭൂപടത്തിലെ വരയല്ല. അത് അവിടുത്തെ മനുഷ്യരുടെ ജീവിതമാണ്, അവരുടെ ജോലിയാണ്, അവരുടെ രാഷ്ട്രീയത്തെ പോലും തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, അവിടത്തെ ഒരു സാധാരണക്കാരന്റെ ഒരു ദിവസം. അവരുടെ സംസാര വിഷയം എന്തായിരിക്കും? കിട്ടാനില്ലാത്ത കുടിവെള്ളം, ഒരു നല്ല ജോലി കണ്ടെത്താനുള്ള നെട്ടോട്ടം, പിന്നെ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന ജീവിത ചെലവ്. ഇതൊക്കെയാണ് അവരുടെ യഥാർത്ഥ ജീവിതം, അവരുടെ പോരാട്ടങ്ങൾ. കൂത്തുപറമ്പിന്റെ സാമൂഹിക ഘടന നോക്കൂ. ഏകദേശം 69% ഹിന്ദുക്കൾ, 29% മുസ്ലിങ്ങൾ, പിന്നെ 2% ക്രിസ്ത്യാനികൾ. ഈ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നിത് വ്യക്തമാക്കുന്നു. നമ്മുടെ ഭരണഘടന പറയുന്നതും അതുതന്നെയാണ്, അല്ലേ? ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ അടിസ്ഥാന കടമയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളെയും സാഹചര്യങ്ങളെയും പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് കടക്കാം. കാരണം തിരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് പറയുന്നത് വെറും അക്കങ്ങളല്ല, അത് ജനങ്ങൾ നമ്മളോട് പറയുന്ന കഥകളാണ്. ഓരോ വോട്ടിലും അങ്ങനൊരു കഥയുണ്ട്. 2021 പോളിംഗ് 79.76%. ഇതൊരു സാധാരണ സംഖ്യയല്ല, ഇതൊരു മെസ്സേജാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം എന്ന് പറയുന്ന രാഷ്ട്രീയമായ നല്ല ബോധമുള്ള ഒരു ജനതയുടെ ശബ്ദമാണിത്. 2016ഉം 2021 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കെന്ത് കാണാൻ പറ്റും? ഒരു വലിയ മാറ്റം. പരമ്പരാഗതമായി ഒരു ഭാഗത്തേക്ക് പോയിരുന്ന വോട്ടുകൾ അതിപ്പോൾ പുതിയൊരു സഖ്യത്തിലേക്ക് കാര്യമായി മാറുന്നു. ഇതിനർത്ഥം പഴയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പതിയെ മാറുന്നു എന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ്: ഏകദേശം 8% വോട്ടുകളുടെ ഒരു മാറ്റം ഇടതുപക്ഷത്തു നിന്ന് അകലുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, എന്തുകൊണ്ട് ഈ മാറ്റം? അതിനുള്ളൊരു പ്രധാന ഉത്തരമാണ് കാസ്റ്റ് ഡ്രിഫ്റ്റ്. ലളിതമായി പറഞ്ഞാൽ, ഈഴവ, നായർ സമുദായങ്ങളെപ്പോലുള്ളവർ വർഷങ്ങളായി തുടർന്നുപോന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു നിശബ്ദമായ മാറ്റമാണ്, പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്ന്. അപ്പോ നമുക്ക് ഈ ജനവിധിയൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കിയാലോ? എന്തൊക്കെയാണിതിന്റെ ഉള്ളിലെ ഘടകങ്ങൾ എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ആരാണ് ജയിച്ചത്, തോറ്റതെന്നതിനപ്പുറം എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. ഈയൊരു വിശകലനത്തിനു മുൻപ് നമുക്കൊരു കാര്യമോർക്കാം. രാഷ്ട്രീയത്തിൽ ഓരോ തിരഞ്ഞെടുപ്പും പാരമ്പര്യം, പ്രവർത്തനം, അഭിലാഷം എന്നിവ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണ്. അതുകൊണ്ട് നമ്മളിവിടെ വ്യക്തികളെക്കുറിച്ചല്ല, അവർ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോ വിജയിച്ച സ്ഥാനാർത്ഥിയായ KP മോഹനന്റെ കാര്യമെടുക്കാം. അദ്ദേഹത്തിന്റെ ശക്തി, ദൗർബല്യം, അവസരങ്ങൾ, ഭീഷണികൾ എന്തൊക്കെയായിരുന്നു? അനുഭവസമ്പത്ത് ഒരു വലിയ പ്ലസ് പോയിന്റാണ്. അതേസമയം പ്രായവും പിന്നെ കഴിഞ്ഞ തവണ അധികാരത്തിലില്ലാതിരുന്നതും ഒരു മൈനസായി കാണാം. ഏറ്റവും വലിയ ഭീഷണി എന്തായിരുന്നു? ഒറ്റക്കെട്ടായ പ്രതിപക്ഷം. രാഷ്ട്രീയത്തിൽ യഥാർത്ഥ ആസ്തി എന്താണ്? പണമോ, പോസ്റ്ററുകളോ? അതൊക്കെ ഒരു പരിധിവരെ ആർക്കും സംഘടിപ്പിക്കാം. പക്ഷെ ഒരു നേതാവിന്റെ പാരമ്പര്യം, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം, അത് പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിനെയാണ് നമ്മൾ ലെഗസി ബ്രാൻഡ് എന്ന് പറയുന്നത്. അത് വിലപ്പെട്ടതാണ്, അപൂർവമാണ്. ഇനി പ്രതിപക്ഷത്തിന്റെ കാര്യം നോക്കിയാലോ? അവർക്ക് ശക്തമായ ഒരു വോട്ട് ബാങ്കുണ്ട്. അത് അവരുടെ വലിയൊരു കരുത്താണ്. പക്ഷേ ആ കോർ ബേസിന് പുറത്തുള്ള ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാവുന്ന ആളുകളെ, അതായത് സ്വിംഗ് വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇത്രയും നേരം നമ്മൾ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് വീണ്ടും ജനങ്ങളിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് വരാം. അവരുടെ പരാതികൾക്ക് ഒരു ഭൂപടം വരച്ചാൽ അതെങ്ങനെയിരിക്കും എന്ന് നോക്കാം. എവിടെയാണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ? കൂത്തുപറമ്പ്, പാനൂർ ടൗണുകളിൽ ചെന്നാൽ എന്താണ് അവസ്ഥ? തീരാത്ത ട്രാഫിക് ബ്ലോക്ക്, എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റാത്ത വെള്ളം, മഴ പെയ്താൽ നിറയുന്ന ഓടകൾ, പിന്നെ തീരം കടലെടുക്കുന്നത്. ഇതൊക്കെ അവരുടെ നിത്യജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അതേസമയം കുറച്ചുകൂടി ഉള്ളോട്ട് ഗ്രാമങ്ങളിലേക്ക് പോയാലോ? കുന്നോത്തുപറമ്പിലും മൊകേരിയിലുമൊക്കെ
അവിടുത്തെ പ്രശ്നങ്ങൾ വേറെയാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ, തീരെയില്ലാത്ത ഇന്റർനെറ്റ് കവറേജ്, പിന്നെ കാടുമൃഗങ്ങളുടെ ശല്യം. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഒരേ മരുന്ന് എല്ലാ അസുഖത്തിനും പറ്റില്ല. ഇതൊന്ന് കേട്ടുനോക്കൂ. കോട്ടയം മലബാറിലെ ആശുപത്രിയിൽ കോടികൾ മുടക്കി വാങ്ങിയ ഒരു MRI സ്കാനറുണ്ട്. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ടെക്നീഷ്യനില്ല. അതുകൊണ്ട് ആ മെഷീൻ അവിടെ വെറുതെയിരിക്കുന്നു. വാഗ്ദാനങ്ങൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ദൂരം ഇതിലും നന്നായി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കണം, ഇതൊന്നും വെറും പരാതികളല്ല. ഒരു ഭരണകൂടത്തിലെ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ അളവുകോളാണിത്. ഓരോ പരാതിയും ശരിക്കും പറഞ്ഞാൽ വിലപ്പെട്ട ഡേറ്റയാണ്. ശരി, ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ ഡാറ്റ ഉപയോഗിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയുന്ന ഒരു പ്രവർത്തനരേഖ എങ്ങനെയുണ്ടാക്കാം? നമുക്ക് നോക്കാം. ഇതിനെ നമുക്കൊരു പേരിട്ട് വിളിക്കാം: ചതുർമുഖ സിദ്ധാന്തം. 4 മുഖങ്ങളുള്ള ഒരു സമീപനം. 1. ഭരണപരമായ വീഴ്ചകൾക്കെതിരെ ശിവന്റെ രൗദ്രഭാവം. 2. നയങ്ങളിൽ വിഷ്ണുവിന്റെ സ്ഥിരത. 3. യുവാക്കൾക്കു വേണ്ടി ബ്രഹ്മാവിന്റെ സൃഷ്ടിപരമായ കഴിവ്. 4. എല്ലാ ജനങ്ങൾക്കും ദുർഗയുടെ സംരക്ഷണം. ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? വളരെ ലളിതമാണ്. യുവാക്കൾക്ക് വേണ്ടി ജോബ് ഫെയറുകളും സ്കിൽ ഡെവലപ്മെന്റ് സ്കോളർഷിപ്പുകളും, സ്ത്രീകൾക്ക് വേണ്ടി പെൻഷൻ വേഗത്തിൽ നൽകുക, ആരോഗ്യ ക്യാമ്പുകൾ നടത്തുക, കർഷകർക്ക് സബ്സിഡിയും കൃത്യമായ വെള്ളവും ഉറപ്പാക്കുക, ഓരോ വിഭാഗത്തിനും അവർക്കാവശ്യമുള്ളത് നൽകുക. ഇനി നാട്ടിലേക്ക് തിരികെ വന്ന പ്രവാസികൾക്ക് കടാശ്വാസവും ജോലി കണ്ടെത്താൻ സഹായവും, SC/ST വിഭാഗങ്ങൾക്ക് വീടും വിദ്യാഭ്യാസത്തിനുള്ള സഹായവും, പിന്നെ ഏറ്റവും പ്രധാനമായി NSS, SNDP, പള്ളി, മസ്ജിദ് കമ്മിറ്റികൾ, ഇവരുമായി നിരന്തരം സംസാരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, ആരെയും ഒഴിവാക്കാത്ത ഒരു സമീപനം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന 3 പ്രധാന ലക്ഷ്യങ്ങളാക്കി മാറ്റാം. ഇവയെ 3 ആക്സിലറേറ്റേഴ്സ് എന്ന് വിളിക്കാം. 1. കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുക. 2. റിംഗ് റോഡ് പണി തീർക്കുക. 3. കണ്ണൂർ എയർപോർട്ടിനടുത്ത് ഒരു വ്യവസായ പാർക്ക് തുടങ്ങുക. ഈ 3 നടന്നാൽ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. അപ്പോൾ നമ്മൾ എത്രയും നേരം ചർച്ച ചെയ്ത ഈ പദ്ധതിയുടെയെല്ലാം അവസാന ലക്ഷ്യമെന്താണ്? ഒന്നേ ഉള്ളൂ: ജനങ്ങളും അവരെ ഭരിക്കുന്നവരും തമ്മിൽ ഒരു വിശ്വാസത്തിന്റെ പാലം പണിയുക. അത് ശാശ്വതമായിരിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം ശാശ്വതമായി നേടിയെടുക്കാൻ ഈ ഡേറ്റയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം? കാരണം ജനങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടി അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കുന്നത്, അവരുടെ സ്വകാര്യതയെ മാനിക്കുന്നത്, അത് ഉത്തരവാദിത്തമുള്ളൊരു ഭരണത്തിന്റെ ലക്ഷണമാണ്. അതായത്, തെരഞ്ഞെടുപ്പുകളെ ഒരു രാഷ്ട്രീയ കളിയായി കാണുന്നതിനു പകരം നല്ല ഭരണം നടപ്പിലാക്കാനുള്ള ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റായി കാണുക. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം. If you want to become a people-centric leader and uplift your constituency, get in touch with Blueprint Strategies AI at mgr@blueprintstrategies.ai or call 01042041602. Purpose beyond politics.